السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ബംഗ്ലാദേശിലെ ജൽസ സാലാന ആരംഭിക്കുകയാണ്. ഇപ്രാവശ്യം അവരുടെ ജൽസയുടെ അവസാന ദിവസം ഞാൻ പ്രസംഗിക്കുകയില്ല. അതുകൊണ്ട് അവർ ഈ ആഗ്രഹം പ്രകടിപ്പിച്ചു, ഖുതുബയിൽ തന്നെ ഇതുമായി എന്തെങ്കിലും അല്പം സംസാരിക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ബംഗ്ലാദേശിലെ ജമാഅത്തും വളരെ മുഖ്ലിസായ ഒരു ജമാഅത്താണ്. ഈ രാജ്യവും ഇവിടുത്തെ അഹമ്മദികൾ ജീവത്യാഗം ചെയ്തവരും ആണ്. ഏകദേശം 12-13 പേർ ഷഹീദായിട്ടുണ്ട്. പീഡനങ്ങളും സഹിച്ചു, ഇപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അഹമ്മദിയത്ത് യഥാർത്ഥ ഇസ്ലാമിൽ, ഈമാനിലും ദൃഢവിശ്വാസത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ ഉറച്ചു നിൽക്കുന്നവരാണ്. അള്ളാഹു അവരുടെ ഈമാനിലും യഖീനിലും എല്ലായ്പ്പോഴും വർധനവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സിറാലിയൂണിലും ഇന്ന് ജൽസ സാലാന ആരംഭിക്കുകയാണ്. അവിടെ അവർക്കും കാലാവസ്ഥ കാരണം കുറച്ചു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അല്പം സെക്യൂരിറ്റി പരമായ ആശങ്കകളും ഉണ്ടായിരുന്നു. അവരും ദുആക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ജൽസ എല്ലാവിധത്തിലും അനുഗ്രഹീതമായി തീരുന്നതിനു വേണ്ടിയും ദുആക്ക് അപേക്ഷിച്ചിരിക്കുന്നു. അള്ളാഹു ആ ജൽസയും അനുഗ്രഹീതമാക്കി തീർക്കട്ടെ. നാം എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്, ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ ഈ ജൽസ സംഘടിപ്പിക്കുന്നത്, ആ ലക്ഷ്യത്തിന്റെ ആത്മാവിനെ നാം മനസ്സിലാക്കുന്നവരായി തീരണം. പിന്നീട് അത് സ്വായത്തമാക്കുന്നവരായി മാറണം. അത് ലോകത്തിലെ ഏത് രാജ്യത്തും ആണെങ്കിലും ശരി, ബംഗ്ലാദേശിലോ സിറാലിയൂണിലോ ആഫ്രിക്കയിലോ മറ്റേതെങ്കിലും രാജ്യത്തോ ആണെങ്കിലും ശരി, ലോകത്തിലെ മറ്റെവിടെയാണെങ്കിലും ശരി, ആ ലക്ഷ്യം ഇതാണ്. അത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവിധ സമയങ്ങളിൽ ജൽസയുമായി ബന്ധപ്പെട്ട് വിവരിച്ചിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ജൽസയുടെ ഉദ്ഘാടന സമയത്ത് ബംഗ്ലാദേശുകാരും സിറാലിയൂൺകാരും ഈ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞിരിക്കും എന്നാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണികൾ ലോകത്തിലെ എല്ലാ അഹമ്മദികളും എല്ലായ്പ്പോഴും ഈ ലക്ഷ്യം തങ്ങളുടെ മുന്നിൽ വെക്കേണ്ടതാണ്. കാരണം ഈ ലക്ഷ്യം കേവലം 3 ദിവസത്തേക്ക് മാത്രമുള്ള ലക്ഷ്യമല്ല.
മറിച്ച് ഒരഹ്മദി മുസ്ലിമിന്റെ മുഴുവൻ ജീവിതത്തിന്റെയും ലക്ഷ്യമാണ്. ഈ ലക്ഷ്യങ്ങൾ നാം എല്ലായ്പ്പോഴും നമ്മുടെ മുന്നിൽ വെക്കേണ്ടതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ജൽസയുടെ ഒരു ലക്ഷ്യം ഇതാണ്: തഖ്വയും പരിത്യാഗശീലവും ഉണ്ടായിത്തീരണം. ഇതേതെങ്കിലും ഒരു താൽക്കാലിക കാര്യമല്ല, മറിച്ച് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. വീണ്ടും പറഞ്ഞു, ജൽസയിൽ വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള ഭയത്തിന്റെ യഥാർത്ഥ ഗ്രാഹ്യം ഉണ്ടാക്കി തീർക്കുന്നതായിരിക്കണം. ഇതും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അത്തരത്തിലുള്ള ഭയം അത് കേവലം പേടിച്ചു ഭയപ്പെടുക എന്ന ഭയം അല്ല, മറിച്ച് തന്റെ പ്രിയതമന്റെ അനിഷ്ടത്തെക്കുറിച്ചുള്ള ഭയം ആയിരിക്കണം. പിന്നീട് ജൽസയിൽ വരുന്നത് ആത്മീയ അന്തരീക്ഷം പരസ്പരം ഹൃദയങ്ങളിൽ നിർമ്മലത ഉണ്ടാക്കി തീർക്കുന്നതായിരിക്കണം. അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കുന്നതിനു വേണ്ടി പരസ്പരമുള്ള സ്നേഹത്തിൽ മുന്നേറുന്നവരായി തീരണം. പരസ്പരം ലോകം അസൂയപ്പെടുന്ന തരത്തിലുള്ള സാഹോദര്യ ബന്ധം ഉണ്ടായിത്തീരണം. അത്തരം മാതൃകകളാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളുടെ പ്രകടനം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യത്തിന്റെ ആവശ്യത്തെക്കുറിച്ചും ബോധവൽക്കരിച്ചു. അങ്ങയെ വിശ്വസിക്കുന്നവർ വിനയം ഉള്ളവരും എളിമ കാണിക്കുന്നവരും ആയിരിക്കണം. അഹങ്കാരവും അഹംഭാവവും തങ്ങളുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായും എടുത്തുകളയണം. തങ്ങളുടെ ആത്മീയ പുരോഗതിക്കുള്ള നിലവാരം കരസ്ഥമാക്കി പിന്നീട് ഇസ്ലാമിന്റെ യഥാർത്ഥ മനോഹരമായ അധ്യാപനങ്ങൾ തങ്ങളുടെ നാട്ടുകാരിലും പ്രചരിപ്പിക്കണം. എവിടെയൊക്കെയാണോ അഹമ്മദികൾ വസിക്കുന്നത്, എതിർപ്പുകൾ അഥവാ ഉണ്ട് എങ്കിൽ അത് നമ്മുടെ പ്രവർത്തനത്തെ അവസാനിപ്പിക്കുകയില്ല. ഹിക്മത്തോടുകൂടി തബ്ലീഗിന്റെ പ്രവർത്തനങ്ങൾ നാം എല്ലായിടത്തും തുടർന്നുകൊണ്ടിരിക്കണം. ഇതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യവും. ഇന്ന് ഇസ്ലാമിനെ എല്ലായിടത്തും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വയം മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിങ്ങളുടെ രക്തത്തിനു വേണ്ടി ദാഹിക്കുകയാണ്. മുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് വിദൂരപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് നാം അഹമ്മദികൾ തന്നെയാണ് ലോകത്തിന് ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടത്. അതിനായി ഏറ്റവും അത്യാവശ്യമായ കാര്യം അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുക എന്നതാണ്. अल्लाह ताला के हुजूर झुककर दुआएं करनी है, अपने कामों में बरकत के लिए अल्लाह ताला से ही मांगना है और फिर अपने अमीन അള്ളാഹുവിന്റെ സമക്ഷത്തിൽ കുനിഞ്ഞുകൊണ്ട് ദുആ ചെയ്യേണ്ടതാണ്. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ബർക്കത്തുണ്ടാകുന്നതിനു വേണ്ടി അള്ളാഹുവിനോട് യാചിക്കേണ്ടതാണ്. പിന്നീട് തങ്ങളുടെ കർമ്മപരമായ മാതൃകകൾ ഉന്നത സ്വഭാവത്തിന്റെ രൂപത്തിൽ സ്ഥാപിക്കുകയും ചെയ്യണം. ലോകത്തിന് കാണാൻ സാധിക്കണം. അഥവാ ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് ഇബാദത്തിന്റെ ഉന്നത നിലവാരം കാണണമെന്നുണ്ട് എങ്കിൽ അത് അഹമ്മദികളിൽ നോക്കുക. അഥവാ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് സൃഷ്ടികളോടുള്ള കടമകളും സൽസ്വഭാവത്തിന്റെ ഉന്നത നിലവാരവും കാണണമെന്നുണ്ട് എങ്കിൽ അഹമ്മദികളിൽ നോക്കുക. ഈ ജൽസ ഏതെങ്കിലും 3 ദിവസങ്ങളിൽ അഹമ്മദികളെ ഒരുമിച്ചുകൂട്ടി ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നതിനു വേണ്ടിയല്ല. അതുകൊണ്ട് അതിനുവേണ്ടി മാത്രമല്ല ഇത് 3 ദിവസം സംഘടിപ്പിച്ചിരിക്കുന്നത്. മറിച്ച് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ അന്തരീക്ഷത്തിൽ ജീവിച്ചുകൊണ്ട്, അതായത് ഈ 3 ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അന്തരീക്ഷം, അതിൽ മനുഷ്യൻ വസിച്ചുകൊണ്ട് തന്റെ ഹൃദയത്തിന്റെ തുരുമ്പിനെ ഇല്ലാതാക്കി തീർക്കുന്നതിനു വേണ്ടിയാണ്. വിശ്വാസപരമായി തീർച്ചയായും ഇവിടെ വസിക്കുന്ന അഹമ്മദികൾ വളരെയധികം ദൃഢചിത്തതയുള്ളവരാണ്. ഞാൻ പറഞ്ഞതുപോലെ അതിനായി ബംഗ്ലാദേശിലെ അഹമ്മദികൾ തങ്ങളുടെ ജീവനും ത്യാഗം ചെയ്തിട്ടുണ്ട്. എന്നാൽ അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഇതാണ് ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിന്റെ ഈ പുനരുജ്ജീവനത്തിന്റെ കാലഘട്ടത്തിൽ
चाहता है कि इस्लाम की തങ്ങളുടെ കർമ്മപരമായ അവസ്ഥയെ ഉന്നതമായ നിലവാരത്തിലെത്തിക്കുക. अपनी अमली हालतों की भी നമസ്കാരത്തിലെ കൃത്യനിഷ്ഠത അള്ളാഹു പറഞ്ഞു തന്നിരിക്കുന്ന രീതി അനുസരിച്ച് ചെയ്യുക. തങ്ങളുടെ നമസ്കാരങ്ങളിൽ നമസ്കാരത്തിന്റെ ആത്മാവ് നിലനിർത്തുന്നതിനു വേണ്ടി പരിശ്രമിക്കുക. तरीके मुताबिक करें, ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ 2 ഖുതുബകളിൽ വളരെ വിശദമായ നിലയിൽ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. करने की कोशिश करें. സൃഷ്ടികളോടുള്ള കടമകൾ इस बारे में നിർവഹിക്കുന്നത് തങ്ങളുടെ മുഴുവൻ കഴിവുകളും അനുസരിച്ചുകൊണ്ട് നിറവേറ്റുക. हुकूक़ बात की अदायगी अपनी तमाम तर सलाहियतों के साथ ഇവിടെ പറഞ്ഞതുപോലെ अदा करें. ജൽസയുടെ ഉദ്ദേശങ്ങളിൽ ഒരു ഉദ്ദേശം തക്കുവയും പരിത്യാഗശീലവും ഉണ്ടാക്കി തീർക്കുക എന്നതാണ്. തക്കുവയെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് एक मकसद ज़ुहद और तकवा. ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, तकवा के बारे में തക്കുവയുടെ അർത്ഥം എന്ന് പറയുന്നത് एक जगह തിന്മയുടെ സൂക്ഷ്മമായ മാർഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ്. कि तकवा के मानी है എന്നാൽ ഓർത്തുകൊള്ളുക, बदी की बारी നന്മ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല. ഒരാൾ പറയുകയാണ്, ഞാൻ നല്ലവനാണ്, കാരണം मगर याद ഞാൻ ഒരാളുടെയും ധനം എടുത്തിട്ടില്ല, ആരെയും കൊള്ളയടിച്ചിട്ടില്ല, പിടിച്ചടക്കിയിട്ടില്ല, ആരുടെയും അവകാശം ധ്വംസിച്ചിട്ടില്ല, കൊള്ള നടത്തിയിട്ടില്ല, മോഷണം നടത്താറില്ല, गसब ने किया, किसके हुकूक गसब ने किया, ദുർനോട്ടവും വ്യഭിചാരവും ചെയ്യാറില്ല. ഇത്തരത്തിലുള്ള നന്മ ആരിഫിന്റെ പക്കൽ പരിഹാസത്തിന് പാത്രമാണ്. बदनजरी ഇത് ഒരു നന്മയുമല്ല, ഇതൊരു വിധത്തിലുള്ള തമാശയാണ്. കാരണം आरिफ के नजर അഥവാ അയാൾ ഈ തിന്മകൾ ചെയ്യുകയാണ് എങ്കിൽ, മോഷണമോ കൊള്ളയോ നടത്തുകയാണെങ്കിൽ അയാൾക്ക് ശിക്ഷ ലഭിക്കും. അതുകൊണ്ട് ആരിഫിന്റെ ദൃഷ്ടിയിൽ और चोरी या डाकाजनी करे വലിയ വിലയുള്ള ഒരു നന്മയല്ല ഇത്. മറിച്ച് യഥാർത്ഥത്തിലുള്ളതും ശരിയായതുമായ നന്മ ഇതാണ്: മനുഷ്യ സമൂഹത്തെ സേവിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിപൂർണ സത്യസന്ധതയും കൂറും കാണിക്കുക, അവന്റെ മാർഗത്തിൽ ജീവൻ പോലും നൽകുന്നതിനു വേണ്ടി തയ്യാറാവുക. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, दिखलाए और उसकी राह में जान तक दे देने को तैयार. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ ये यहाँ फरमाया है, വല്ലദീന ഹും മുഹ്സിനൂൻ. इन्नल्लाह मअल्लज़ीन तक़ौ वल्लज़ीन हुम मुहसिनून. അതായത് തീർച്ചയായും അള്ളാഹു തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അതോടൊപ്പം തന്നെ നന്മ ചെയ്യുകയും ചെയ്യുന്നവരുടെ കൂടെയാണ്. പറയുന്നു, ഇത് നല്ലവണ്ണം ഓർത്തുകൊള്ളുക. കേവലം തിന്മകളിൽ നിന്ന് മാത്രം രക്ഷപ്പെടുക എന്നത് അത്ര വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമൊന്നുമല്ല. ഏതുവരെ അതോടൊപ്പം നന്മ ചെയ്യുന്നില്ലയോ? ഒരുപാട് പേർ അത്തരക്കാരായിട്ടുണ്ടാകും. അവർ ഒരിക്കലും തന്നെ വ്യഭിചരിച്ചിട്ടുണ്ടായിരിക്കുകയില്ല, കൊല ചെയ്തിട്ടുണ്ടായിരിക്കുകയില്ല, മോഷ്ടിച്ചിട്ടുണ്ടായിരിക്കുകയില്ല, കൊള്ള നടത്തിയിട്ടുണ്ടായിരിക്കുകയില്ല. അതെല്ലാം ആയിരുന്നിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യസന്ധതയുടെയും കൂറിന്റെയും ഒരു മാതൃകയും അവർ കാണിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. ഇവർ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ कोई सिद्क को वफा का नमूना उन्होंने नहीं दिखाया. ആത്മാർത്ഥതയുടെ പ്രശംസനീയമായ ഒരു മാതൃകയും കാണിച്ചിട്ടില്ല. कुछ सच्चाई അതല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിനൊരു സേവനവും ഒരു വിധത്തിലുള്ള സേവനവും ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള ഒരു നന്മയും ചെയ്തിരിക്കുകയില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അയാളെ നന്മ നിറഞ്ഞവരിൽ ഉൾപ്പെടുത്തുന്ന വ്യക്തി ജാഹിലായിരിക്കും. കാരണം ഇത് ദുർവൃത്തതയാണ്. കേവലം ഈ ഒരു ചിന്ത കൊണ്ട് മാത്രം അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ മനുഷ്യൻ ഉൾപ്പെടുകയില്ല. പറയുന്നു, ദുർവൃത്തരായവർ, മോഷണവും വഞ്ചനയും നടത്തുന്നവർ, കൈക്കൂലി വാങ്ങുന്നവർ അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ പെട്ടതാണ്. അവർക്ക് ഇവിടെ വെച്ച് തന്നെ ശിക്ഷ നൽകുന്നു. അവർക്ക് ഈ ലോകത്ത് തന്നെ ശിക്ഷ ലഭിക്കുന്നു. ശിക്ഷ ലഭിക്കുന്നതുവരെ അവർ മരിക്കുകയില്ല. പൊതുവിൽ ഏതെങ്കിലും ഒക്കെ വിധത്തിൽ ശിക്ഷ ഉറപ്പായി ലഭിക്കുന്നു. ഓർത്തുകൊള്ളുക, കേവലം ഇത്രമാത്രം കാര്യത്തിന്റെ പേരല്ല നന്മ. सजा मिल जाती है. याद रखो कि सिर्फ इतनी ही बात का नाम नेकी नहीं है. പറഞ്ഞു, തഖ്വ താഴ്ന്ന ഒരു സ്ഥാനമാണ്. അതിന്റെ ഉദാഹരണം ഇപ്രകാരമാണ്: ഏതുപോലെ ഒരു പാത്രം നല്ലവണ്ണം വൃത്തിയാക്കുകയും അതിൽ ഉന്നതമായ നിലയിലുള്ള രുചികരമായ ഭക്ഷണം നിറക്കുന്നതിനു വേണ്ടി, അഥവാ ഏതെങ്കിലും ഒരു പാത്രം നല്ലവണ്ണം വൃത്തിയാക്കി വെച്ചാൽ അതിൽ ഭക്ഷണം നിറക്കാതിരുന്നാൽ അത് മുഖേന വയറു നിറയുമോ? ഒരിക്കലും ഇല്ല.
दिया जाए, ശൂന്യമായ പാത്രം വയറു നിറക്കുമോ? അതായത് ശൂന്യമായ പാത്രം മുന്നിൽ വെച്ചാൽ അതുകൊണ്ട് നിങ്ങളുടെ വയറ് നിറയുമോ ഭക്ഷണം കഴിക്കാതെ? ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെയാണ് തക്കുവയെയും മനസ്സിലാക്കേണ്ടത്. തക്കുവ എന്ന് പറയുന്നത് എന്താണ്? അവിടുന്ന് പറയുന്നു हरगिज नहीं। തക്കുവ എന്താണ്? പറയുന്നു തക്കുവ എന്ന് പറയുന്നത് നഫ്സെ അമ്മാറയാകുന്ന പാത്രത്തെ വൃത്തിയാക്കുന്നതിന്റെ പേരാണ്. നഫ്സെ അമ്മാറ എന്ന് പറയുന്നത് മനുഷ്യനെ എല്ലായ്പ്പോഴും തിന്മകൾക്കായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിനെയാണ്. से हमारा वो है जो हर തിന്മകൾ बुराइयों पर उभारता रहता है इंसान को। ചെയ്ത് ഒരു ലജ്ജയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തക്കുവ ഇതാണ്, നഫ്സെ അമ്മാറയുടെ പാത്രത്തെ വൃത്തിയാക്കുക. നന്മ എന്ന് പറയുന്നത് അത് വൃത്തിയായി കഴിഞ്ഞാൽ, തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങിയാൽ അത് തക്കുവയുടെ ആരംഭകാര്യമാണ്. പിന്നീട് ആ പാത്രത്തിൽ ഭക്ഷണം ഇടുക. ये तकवा की इब्तदाई चीज है। तो फिर അള്ളാഹു പറഞ്ഞു തന്നിരിക്കുന്ന നന്മകൾ ആണ് ഭക്ഷണം എന്ന് പറയുന്നത്. और वो खाना वो है അതിൽ അള്ളാഹുവിനോടുള്ള കടമകളുമുണ്ട്, ദാസരോടുള്ള കടമകളുമുണ്ട്. പറയുന്നു നന്മ എന്ന് പറയുന്നത് അതിൽ ഇടുന്ന ഭക്ഷണമാണ്. അത് അവയവങ്ങൾക്ക് ശക്തി നൽകി മനുഷ്യനെ അയാളിൽ നിന്ന് നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതിന് യോഗ്യനാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. उससे नेक अमाल सादर हों। നന്മ ചെയ്യുകയും തുടർച്ചയായി പരിശ്രമിക്കുകയും അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്ന ശക്തിയും കഴിവും അതെല്ലാം ഉറച്ചതാക്കി തീർക്കുകയും ചെയ്യുക. കാരണം അതുകൊണ്ട് അള്ളാഹുവിനുള്ള കടമകളും നിറവേറ്റപ്പെടണം, इसलिए അവന്റെ ദാസരോടുള്ള കടമകളും നിറവേറ്റപ്പെടണം. മനുഷ്യനിൽ നിന്ന് നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അങ്ങനെ इससे नेक अमाल सादर हों। അവൻ ദൈവസാമീപ്യത്തിന്റെ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായാൽ, नेकियां इसमें पढ़ने लग जाएंगी। നന്മകൾ ഇത് മുഖേന ഉണ്ടായി തീരാൻ തുടങ്ങിയാൽ തഖ്വയുടെ നിലവാരവും വർദ്ധിക്കും. പിന്നീട് ദൈവസാമീപ്യം കരസ്ഥമാക്കാനും സാധിക്കും. പിന്നീട് ഒരു യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ കാര്യം ഇബാദത്താണ്. ഇതിനെക്കുറിച്ച് ദുആ എന്താണ്, ഇബാദത്ത് എന്താണ്, ഇബാദത്തും ദുആയും എന്ത് മുഅ്ജിസത്താണ് കാണിക്കുക, എങ്ങനെയാണ് ഇത് അനുഷ്ഠിക്കേണ്ടത്, അത് എങ്ങനെ ആയിരിക്കണം, ദുആയുടെ യാഥാർത്ഥ്യം അറിയുന്നതിനു വേണ്ടി और किस तरह ये करनी चाहिए ഏതു മാർഗമാണ് അവലംബിക്കേണ്ടത്, പിന്നീട് അത് മുഖേന और दुआ की हकीकत जानने के लिए അള്ളാഹുവിന്റെ സാമീപ്യം എപ്രകാരമാണ് കരസ്ഥമാക്കാൻ സാധിക്കുക, അതിൽ നമസ്കാരത്തിന്റെ പങ്കെന്താണ്, ഈ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് किस तरह हासिल करना ഒരു സ്ഥലത്ത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, किरदार है ദുആ എന്ന് പറയുന്നത് को बयान फरमाते ഒരു പിടി മണ്ണിനെ വിലപിടിപ്പുള്ള വസ്തുവാക്കി മാറ്റുന്ന മൂലകമാണ്. फरमाते हैं। ഒരു മൺകട്ട दुआ वो ദുആ കൊണ്ട് സ്വർണമായി തീരുന്നു. एक मुश्ते खाक को ദുആയിൽ അത്തരത്തിലുള്ള സ്വാധീനം ഉണ്ടാകണം. അത് ആന്തരികമായ മാലിന്യങ്ങളെ കഴുകി വൃത്തിയാക്കുന്ന ഒരു വെള്ളമാണ്. और वो एक पानी है എന്നാൽ എത്തരത്തിലുള്ള ദുആയാണത്? गलाजतों को പറയുന്നു ആ ദുആയോടൊപ്പം ആത്മാവ് ഉരുകിത്തീരുന്നു. അത്തരത്തിലുള്ള ദുആകൾ അത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുകയും ആത്മാവിനെ ഉരുക്കുകയും ചെയ്യുന്നു. വെള്ളം പോലെ ഒഴുകി ഏകനായ സർവാധിനാഥന്റെ തിരുമുമ്പിൽ വീഴുന്നു. അള്ളാഹുവിന്റെ സമക്ഷത്തിൽ സമർപ്പിതമാകുന്നു. അത് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ നിൽക്കുകയും ചെയ്യുന്നു, റുക്കൂ ചെയ്യുകയും ചെയ്യുന്നു, സുജൂദും ചെയ്യുന്നു. അതിന്റെ പ്രതിബിംബം ആണ് ആ നമസ്കാരം ഏതൊന്നാണോ ഇസ്ലാം പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതായത് ദുആ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ അത് ചിലപ്പോൾ അസ്വസ്ഥതയോടുകൂടി നിൽക്കുന്നു, ചിലപ്പോൾ റുക്കൂഇലേക്ക് പോകുന്നു, ചിലപ്പോൾ സുജൂദ് ചെയ്യുന്നു. റൂഹിന്റെ അവസ്ഥകൾ വിവിധ തരത്തിലുള്ളതാണ്. ഇസ്ലാം പഠിപ്പിച്ചു തന്ന भी सजदा करती है। मुख्तलिफ हालतें അതിന്റെ പ്രത്യക്ഷത്തിലുള്ള और उनकी ज़ाहरी हालत നമസ്കാരത്തിന്റെ അവസ്ഥ ഇതിന്റെ പ്രകടനമാണ് കാണിക്കുന്നത്. नमाज में ആത്മാവിന്റെ നിൽക്കൽ എന്ന് പറയുന്നത് ഇതാണ്. അത് അള്ളാഹുവിനു വേണ്ടി എല്ലാവിധത്തിലുള്ള ഭയവും സഹിക്കുകയും ये है कि वो खुदा के लिए हर एक हैबत की കൽപ്പന അംഗീകരിക്കുന്നതിനു വേണ്ടി और हुक्म मानने के ആവേശം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ റുക്കൂ, അതായത് കുമ്പിടൽ എന്ന് പറയുന്നത് റൂഹിന്റെ കുനിയൽ ഇതാണ്. റുക്കൂ ചെയ്യുക എന്ന് പറയുന്നത് ഇതാണ്. എല്ലാ സ്നേഹങ്ങളും ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് കുനിയുക. അള്ളാഹുവിനേക്കാൾ വലിയതായ ഒരു ബന്ധവും സ്നേഹവുമില്ല, അള്ളാഹുവിന്റേതായിത്തീരുന്നു. അതിന്റെ സുജൂദ് എന്ന് പറയുന്നത് ഇതാണ്. അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വീണ് തങ്ങളുടെ ചിന്ത പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു, തന്റെ അസ്തിത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി കളയുന്നു.
മനുഷ്യൻ ഒന്നുമല്ലാതായി മാറുന്നു. എല്ലാം അള്ളാഹുവിനു വേണ്ടിയായി മാറുന്നു. പറയുന്നു, ഈ നമസ്കാരമാണ് അള്ളാഹുമായി നമ്മെ കണ്ടുമുട്ടിക്കുന്നത്. നമസ്കാരത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്നുണ്ട് എങ്കിൽ ഇതാണ് ആ നമസ്കാരം. ഇത് മുഖേനയാണ് അള്ളാഹുവിനെ ലഭിക്കുന്നത്. ആളുകൾ പറയുന്നു, ഒരുപാട് നമസ്കരിച്ചു, എന്നാൽ അള്ളാഹുവിനെ ലഭിച്ചില്ല. അങ്ങനെയെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യമാണുള്ളത്. ഇസ്ലാമിക ശരീഅത്ത് അതിന്റെ ചിത്രം നിസ്സാരമായ നമസ്കാരത്തിൽ വരച്ചു കാണിച്ചു. കാരണം ഈ ശാരീരിക നമസ്കാരം ആത്മീയ നമസ്കാരത്തിന് പ്രേരണ ഉണ്ടാക്കുന്നതിനു വേണ്ടി. കാരണം അള്ളാഹു മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ സൃഷ്ടിപ്പ് ഈ വിധത്തിലാണ് നടത്തിയിരിക്കുന്നത്. ആത്മാവിന്റെ സ്വാധീനം ശരീരത്തിലും ശരീരത്തിന്റെ സ്വാധീനം ആത്മാവിലും നിർബന്ധമായും ഉണ്ടാകുന്നു. നിങ്ങളുടെ ആത്മാവ് ദുഃഖിതമായിരിക്കുമ്പോൾ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു. ആത്മാവിൽ സന്തോഷമുണ്ടാകുമ്പോൾ മുഖത്ത് പ്രസന്നത വെളിപ്പെടുന്നു. ഏതുവരെ എന്നാൽ മനുഷ്യൻ ചില സമയത്ത് ചിരിക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ശരീരത്തിലേതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടായാൽ ആ വേദനയിൽ ആത്മാവും പങ്കാളിയാകുന്നു. ശരീരം ഏതെങ്കിലും ഒരു തണുത്ത കാറ്റുകൊണ്ട് സന്തോഷിക്കുമ്പോൾ ആത്മാവിനും അതിൽ നിന്ന് അല്പം സന്തോഷം ലഭിക്കുന്നു. അതുകൊണ്ട് ശാരീരിക ഇബാദത്തുകളുടെ ഉദ്ദേശം ഇതാണ്. ആത്മാവിന്റെയും ശരീരത്തിന്റെയും പരസ്പര ബന്ധം കാരണം ആത്മാവ് ഏകനായ ദൈവത്തിലേക്ക് ചരിക്കുന്നതായി മാറുക. ആത്മാവ് അള്ളാഹുലേക്ക് പോകുന്നതായി തീരുക. അങ്ങനെ റുക്കൂഇലും സുജൂദിലും മുഴുകുക. കാരണം മനുഷ്യൻ പ്രത്യക്ഷമായ നിലയിലുള്ള ഖിയാമും റുക്കൂഉം സുജൂദും ചെയ്ത് ആത്മീയ സ്ഥാനം കരസ്ഥമാക്കുക. ആത്മാവ് കൊണ്ട് റുക്കൂഉം സുജൂദും ചെയ്യുന്നവരായി തീരുക. ആത്മീയമായ റുക്കൂഇലും സുജൂദും ചെയ്യുക. അങ്ങനെ മനുഷ്യന് സുഖത്തിലും ദുഃഖത്തിലും പ്രത്യക്ഷമായ നിലയത്തിലുണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിത്തീരുക. മനുഷ്യൻ കരയുകയും ചിരിക്കുകയും ചെയ്യുന്നത് പോലെ അള്ളാഹുമായുള്ള ബന്ധത്തിലും ഈ പ്രകടനം ഉണ്ടാകണം. ആത്മീയ ഖിയാമും സുജൂദിലും മുഴുകുക. കാരണം മനുഷ്യൻ പുരോഗതി നേടുന്നതിനു വേണ്ടി പരിശ്രമം ആവശ്യമായിട്ടുള്ളവനാണ്. പുരോഗതി നേടണമെന്നുണ്ടെങ്കിൽ കഠിന പരിശ്രമവും അധ്വാനവും ആവശ്യമാണ്. ഇതും ഒരു തരത്തിലുള്ള കഠിന പരിശ്രമമാണ്. ഈ കാര്യം വളരെ വ്യക്തമാണ്. രണ്ടു വസ്തുക്കൾ പരസ്പരം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ് എങ്കിൽ നാം അതിൽ നിന്ന് ഒരു വസ്തു എടുക്കുന്നത് മൂലം രണ്ടാമത്തെ വസ്തുവിലും അതുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വസ്തുവിലും എന്തെങ്കിലും ഒക്കെ അനക്കം ഉണ്ടാകും. എന്നാൽ കേവലം ശാരീരികമായ ഖിയാമും റുക്കൂഉം സുജൂദും ഒരു പ്രയോജനവുമില്ല. നമസ്കാരത്തിൽ പ്രത്യക്ഷമായ നിലയിൽ ഖിയാമും റുക്കൂഉം സുജൂദും ചെയ്താൽ അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. ഏതുവരെ അതിനോടൊപ്പം ഈ ഒരു പരിശ്രമം ഉണ്ടാകുന്നില്ലയോ, അതായത് ആത്മാവും തന്റേതായ നിലയിൽ ഖിയാമും റുക്കൂഉം സുജൂദിൽ നിന്നും അല്പം പങ്കുപറ്റുന്നില്ലയോ. ഈ പങ്ക് കരസ്ഥമാക്കൽ മഅരിഫത്തുമായി ബന്ധപ്പെട്ടതാണ്. മഅരിഫത്താകട്ടെ ഫളിലിൽ അധിഷ്ഠിതമാണ്. അവിടുന്ന് ഒരു സ്ഥലത്ത് പറയുന്നു, ഇതിന് കൂടുതൽ വിശദീകരണം നൽകി, എല്ലാം ലഭിക്കുന്നത് അള്ളാഹുവിന്റെ ഫളിൽ കൊണ്ടാണ്. അതുകൊണ്ട് ഫളിൽ കരസ്ഥമാക്കുന്നതിനും അള്ളാഹുവിന്റെ മുന്നിൽ കുനിയുക. അവനോട് ചോദിക്കുക, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ മഅരിഫത്ത് ലഭിച്ചു കഴിഞ്ഞാലായിരിക്കും യഥാർത്ഥത്തിലുള്ള നമസ്കാരമായി തീരുക. അതിനായി മുജാഹിദയുടെയും അധ്വാനത്തിന്റെയും ആവശ്യമുണ്ട്. തുടർച്ചയായ പരിശ്രമത്തിന്റെ ആവശ്യമുണ്ട്. കഠിനമായ പരിശ്രമം ഉണ്ടാകുമ്പോഴായിരിക്കും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം നേടാൻ സാധിക്കുക. തഖ്വയും യഥാർത്ഥ ഇബാദത്തിന്റെയും പൂർത്തീകരണം അപ്പോഴാണ് നടക്കുക. ഏതുപോലെ മുമ്പും ഒരു ഉദ്ധരണിയിൽ വിവരിച്ചു കഴിഞ്ഞിരുന്നു. രണ്ട് കാര്യങ്ങൾ: അള്ളാഹുവിനോടുള്ള കടമകൾ, അവന്റെ ദാസരോടുള്ള കടമകൾ. തഖ്വയുടെ പൂർത്തീകരണം അപ്പോഴാണ് നടക്കുക. യഥാർത്ഥ ഇബാദത്തും അപ്പോഴാണ് നടക്കുക, എപ്പോഴാണോ സൃഷ്ടികളോടുള്ള കടമകളും കൂടെ നിർവഹിക്കപ്പെടുന്നത്. ഈ കാര്യം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യഥാർത്ഥ കാര്യം ഇതാണ്. ഏറ്റവും പ്രയാസകരവും സങ്കീർണവുമായ ഘട്ടം സൃഷ്ടികളോടുള്ള കടമയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആളുകൾ നമസ്കരിക്കുന്നു, പള്ളികളിലും വരുന്നു, ചന്തയും നൽകുന്നു, ചിലപ്പോൾ ജീവത്യാഗവും ചെയ്യുന്നു. എന്നാൽ ചിലപ്പോൾ അത്തരം അവസരങ്ങൾ വരുന്നു. ആളുകളോടുള്ള കടമകൾ നിറവേറ്റുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായി തീരുന്നു. പറയുന്നു, യഥാർത്ഥവും പ്രയാസകരവും സങ്കീർണവുമായ ഘട്ടം സൃഷ്ടികളോടുള്ള
കടമയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഈ പ്രശ്നം എപ്പോഴും അഭിമുഖീകരിക്കേണ്ടതായി വരും. എല്ലാ നിമിഷവും ഈ പരീക്ഷണം ഉണ്ടാകും. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ വളരെ ബുദ്ധിപൂർവ്വം ചുവടുകൾ വെക്കേണ്ടതാണ്. പറയുന്നു, എന്റെ മതം ഇതാണ്, ശത്രുക്കളോട് പോലും പരിധിയിൽ കവിഞ്ഞ് കാഠിന്യം കാണിക്കരുത്. ചിലർ ആഗ്രഹിക്കുന്നു കഴിയുന്നിടത്തോളം അവരുടെ നിന്ദ്യതയും നാശത്തിനു വേണ്ടി ശ്രമിക്കണം, ശത്രുക്കളെ നശിപ്പിച്ചു കളയണം. അവർ പിന്നീട് ഈ ചിന്തയിൽ അകപ്പെട്ട് അനുവദനീയവുമായതും അനുവദനീയമല്ലാത്തതുമായ കാര്യത്തെ പോലും വിലമതിക്കുകയില്ല. അപകീർത്തിപ്പെടുത്താൻ വ്യാജമായ ആരോപണം അവരുടെ മേൽ ഉന്നയിക്കുന്നു, കറ്റുകെട്ടി പറയുന്നു, പരദൂഷണം അവരെക്കുറിച്ച് പറയുന്നു, മറ്റുള്ളവരെ അവർക്കെതിരിൽ പ്രകോപിപ്പിക്കുന്നു. ഇനി പറയൂ, നിസ്സാരമായ ശത്രുത കൊണ്ട് ഏതുവിധത്തിലുള്ള തിന്മയ്ക്കും തെറ്റിനുമാണ് അവകാശിയായി തീരുന്നത്. പിന്നീട് ഈ തിന്മകൾ അതിന്റെ കുട്ടികളെ നൽകാൻ തുടങ്ങുമ്പോൾ തിന്മകൾ ഒന്നിനു ശേഷം മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഏതുപോലെ കുട്ടികൾ ജനിപ്പിക്കുന്നത് പോലെ ഒരു തിന്മ മറ്റൊരു തിന്മയെ ജനിപ്പിക്കുന്നു. അത് കുട്ടികളെ ജനിപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നീട് അവസ്ഥ എവിടെ വരെ എത്തും? പറയുന്നു, ഞാൻ സത്യമായും പറയുന്നു, നിങ്ങൾ ആരെയും തന്റെ വ്യക്തിപരമായ ശത്രുവായി മനസ്സിലാക്കരുത്. ഈ വിദ്വേഷത്തിന്റെ സ്വഭാവത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുക. അഥവാ അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിന്റേതായി തീരുകയാണ് എങ്കിൽ അവൻ ശത്രുക്കളെ പോലും നിങ്ങളുടെ സേവകരാക്കി മാറ്റുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ അള്ളാഹുവിനോട് തന്നെ ബന്ധം വിച്ഛേദിച്ചാണ് നിൽക്കുന്നത് എങ്കിൽ, അവനുമായി സൗഹൃദത്തിന്റെ ഒരു ഭാഗവും അവശേഷിക്കുന്നില്ല എങ്കിൽ, അവന്റെ അഭീഷ്ടത്തിനെതിരിലാണ് നിങ്ങളുടെ അനക്കമടക്കങ്ങളെങ്കിൽ, പിന്നെ അള്ളാഹുവിനേക്കാൾ നിങ്ങളുടെ ശത്രു മറ്റാരായിരിക്കും? സൃഷ്ടികളുടെ ശത്രുതയിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാൻ സാധിക്കും. എന്നാൽ അള്ളാഹു ശത്രുവായി തീർന്നാൽ പിന്നീട് മുഴുവൻ സൃഷ്ടികളും സുഹൃത്തുക്കളായി തീർന്നാൽ പോലും ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ മാർഗം അംബിയ അലൈഹിമുസ്സലാമിന്റെ മാർഗമായിരിക്കണം. അള്ളാഹുവിന്റെ ഉദ്ദേശം ഇതാണ്, വ്യക്തിപരമായ യാതൊരു ശത്രുതയും ഉണ്ടായിരിക്കരുത്. പറയുന്നു, നല്ലവണ്ണം ഓർത്തുകൊള്ളുക, മനുഷ്യന് ശ്രേഷ്ഠതയും മഹത്വവും അപ്പോഴായിരിക്കും ലഭിക്കുക അവനെപ്പോഴാണോ വ്യക്തിപരമായി ആരുടെയും ശത്രുവല്ലാതായി തീരുന്നത്. അതേ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും അഭിമാനത്തിനു വേണ്ടിയാണ് എങ്കിൽ കാര്യം വേറെയാണ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇസ്സത്തിന്റെ ചോദ്യം വരുമ്പോൾ അവിടെ ശത്രുത ഉണ്ടാകുന്നു. അതായത് ഏതൊരാളാണോ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിനെയും ബഹുമാനിക്കാത്തത്, മറിച്ച് അവരുടെ ശത്രുവായി തീരുന്നത്, അവരെ നിങ്ങൾ തങ്ങളുടെ ശത്രുവായി മനസ്സിലാക്കുക. ഈ ശത്രുതയുടെ അർത്ഥം ഇതല്ല. ഇവിടെ വിശദീകരണം നൽകുന്നു, നിങ്ങൾ ശത്രുവായി തീർച്ചയായും മനസ്സിലാക്കുക. എന്നാൽ ശത്രുതയുടെ അർത്ഥം ഇതല്ല, നിങ്ങൾ അവരുടെ മേൽ കറ്റുകെട്ടി പറയുക, അനാവശ്യമായി അവർക്ക് പ്രയാസമുണ്ടാക്കാൻ വേണ്ടി ആസൂത്രണങ്ങൾ നടത്തുക. അങ്ങനെയല്ല, മറിച്ച് അവരിൽ നിന്ന് വിട്ടുനിൽക്കുക. ശത്രുവാണ് എങ്കിൽ അവരിൽ നിന്ന് വിട്ടുനിൽക്കുക. പ്രശ്നം അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക. സാധ്യമെങ്കിൽ ശത്രുവിന്റെ പരിഷ്കരണത്തിനു വേണ്ടി ദുആ ചെയ്യുക. തങ്ങളുടെ ഭാഗത്തു നിന്ന് പുതിയ ഒരു ഏറ്റുമുട്ടൽ അയാളുമായി നടത്താതിരിക്കുക, അയാളുമായി പുതിയൊരു കലഹം ഉണ്ടാക്കാതിരിക്കുക. പറയുന്നു, ഈ കാര്യമാണ് ആത്മാവിന്റെ വിശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടത്. പറയുന്നു, ഹസ്രത്ത് അലിയുടെ സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഹസ്രത്ത് അലി കറമല്ലാഹു വജ്ഹു ഒരു ശത്രുവുമായി യുദ്ധം ചെയ്യുകയായിരുന്നു. കേവലം അള്ളാഹുവിനു വേണ്ടിയാണ് യുദ്ധം ചെയ്തിരുന്നത്. അവസാനം ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹു അയാളെ തന്റെ താഴെ വീഴ്ത്തി അയാളുടെ നെഞ്ചിൽ കയറിയിരുന്നു. അയാൾ പെട്ടെന്ന് തന്നെ ഹസ്രത്ത് അലിയുടെ മുഖത്തേക്ക് തുപ്പി. അവിടുന്ന് ഉടൻ തന്നെ അയാളുടെ നെഞ്ചിൽ നിന്ന് ഇറങ്ങി അയാളെ വെറുതെ വിട്ടു. അതിനുള്ള കാരണം, ഇതുവരേക്കും ഞാൻ കേവലം അള്ളാഹുവിനു വേണ്ടിയാണ് നിന്നോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നീ എന്റെ മുഖത്തേക്ക് തുപ്പിയിരിക്കുന്നു. അതുമൂലം എന്റെ സ്വന്തം കാര്യവും അല്പം ഇതിൽ ഉണ്ടായിരിക്കുന്നു. ഞാൻ എനിക്ക് വേണ്ടി നിന്നെ കൊല്ലുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു, അദ്ദേഹം തന്റെ സ്വന്തം ശത്രുവിനെ ശത്രുവായി മനസ്സിലാക്കിയിരുന്നില്ല. അവിടുന്ന് പറയുന്നു, അത്തരത്തിലുള്ള പ്രകൃതവും ശീലവും തന്നെ തങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. തന്നെ വിശ്വസിക്കുന്നവരോടാണ് അവിടുന്ന് പറഞ്ഞത്. അഥവാ ശരീരേച്ഛയുടെ ദുരാഗ്രഹ പൂർത്തീകരണത്തിനും ഉദ്ദേശത്തിനും വേണ്ടി ആരെയെങ്കിലും പ്രയാസപ്പെടുത്തുകയും ശത്രുതയുടെ പരമ്പരയെ വിശാലമാക്കുകയും ചെയ്താൽ ഇതിനേക്കാൾ കൂടുതൽ ആയി അള്ളാഹുവിനെ കോപിഷ്ഠനാക്കുന്നത് മറ്റെന്ത് കാര്യമാണ്? ഏതെങ്കിലും വ്യക്തിപരമായ നീരസം കാരണം ആരെയെങ്കിലും പ്രയാസപ്പെടുത്തരുത്.
അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ശത്രുവിനോട് പോലും ശത്രുവായി മനസ്സിലാക്കുകയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുക. അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവരുടെ പരിഷ്കരണത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അനുവദനീയമായ മാർഗത്തിലൂടെ അവരുടെ ആക്രമണത്തിന് മറുപടി നൽകുക. അയാളുടെ എല്ലാ കാര്യങ്ങളെയും മോശമായി മനസ്സിലാക്കിക്കൊണ്ട് ശത്രുക്കളുമായി തെറ്റായ രീതിയിൽ ശത്രുത പുലർത്താതിരിക്കുക. ഇത് തെറ്റാണ്. അള്ളാഹു നമുക്ക് തഖ്വയുടെ യഥാർത്ഥത്തിലുള്ള ഗ്രാഹ്യം നൽകുമാറാകട്ടെ. തന്റെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതായി നമ്മുടെ നമസ്കാരങ്ങളും ഇബാദത്തുകളുമായി തീരട്ടെ. അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമകളുടെ സൂക്ഷ്മമായ തലങ്ങൾ മനസ്സിലാക്കുന്നവരായി നാം മാറട്ടെ. നമ്മുടെ എല്ലാ പ്രവൃത്തിയും അത് ഭൗതികമാകട്ടെ ഈ നീയത്തോടുകൂടി ആയിരിക്കട്ടെ. നാം എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന്റെ പ്രീതിക്ക് മുൻഗണന നൽകുന്നവരായി തീരണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.